ടെർബോ എന്ന ചിത്രം കാണാൻ കാരണക്കാരൻ മമ്മൂട്ടി എന്ന മഹാനടനല്ല, മറിച്ച് മിഥുൻ മാനുവൽ തോമസ് എന്ന എഴുത്തുകാരനായിരുന്നു. പക്ഷേ നിരാശ മാത്രമായിരുന്നു ഫലം. സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് 150 രൂപ വെള്ളത്തിലായി എന്നുള്ളത് തന്നെയായിരുന്നു ചിന്ത. സിനിമയിലെ തന്നെ വില്ലനായ കഥാപാത്രം 2 തവണയാണ് ക്ലിഷേ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുതന്നെയാണ് സിനിമയെക്കുറിച്ചും പറയാനുള്ളത്. ക്ലിഷേ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റിൽ ഒരുക്കിയിരിക്കുന്ന ശരാശരിക്കും താഴെ നിൽക്കുന്ന ഒരു ചിത്രം മാത്രമാണ് ടെർബോ. മിഥുൻ മാനുവൽ തോമസ് ഒരുക്കിയിരിക്കുന്ന ഈ മനമടുപ്പിക്കുന്ന ടെംപ്ലേറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ സിനിമയെ കുറച്ചെങ്കിലും അപ്ലിഫ്റ്റ് ചെയ്ത് നിർത്തുന്നത് മമ്മൂട്ടി എന്ന നായക നടനും വൈശാഖ് എന്ന സംവിധായകനും ചേർന്നാണ്. അതല്ല എങ്കിൽ വട്ടപൂജ്യം മാത്രമാണ് ടെർബോ എന്ന മലയാള ചിത്രം. മമ്മൂട്ടിയുടെ ടെർബോ ജോസ് എന്ന കഥാപാത്രം അമാനുഷിക ശക്തികളുള്ള മനുഷ്യനാണ്. 100 ആളുകളെ വേണമെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു തോൽപ്പിക്കാൻ കെൽപ്പുള്ള നായക നടൻ. പക്ഷെ നമ്മൾ കണ്ടു ശീലിച്ച ഇത്തരത്തിലുള്ള നായക നടന്മാരുടെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിരലിൽ എണ്ണിയാൽ തീരാത്തത്രയും വില്ലന്മാരെ തല്ലാനുള്ള നായകന്റെ കഴിവ് നമുക്ക് കാണിച്ചു തരുന്നത് കേരളത്തിലെ ഒരു പള്ളിപ്പെരുന്നാൾ എന്ന സാഹചര്യത്തിലൂടെയാണ്. പക്ഷെ പിന്നീട് സിനിമ പറിച്ചു നടന്നത് ചെന്നൈ നഗരത്തിലേക്കാണ്. ഒരുപക്ഷെ 100 കണക്കിനോ 200 കണക്കിനോ ഗുണ്ടകളെ തല്ലുന്ന ഒരു നായകനെ മലയാള സിനിമയിലോ അതല്ലെങ്കിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിക്കോ യോജിക്കില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കണം ഇത്തരമൊരു ഉദ്യമത്തിന് മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനെയും പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത്. ആദ്യകാല തമിഴ് ചിത്രങ്ങളിൽ ഇത്തരത്തിലുള്ള നായകവേഷങ്ങൾ ഒരുപാട് കണ്ടുശീലിച്ചിട്ടുണ്ട് നമ്മൾ മലയാളികളും. ഒരുപക്ഷെ നായകനെ തമിഴ്നാട്ടിലേക്ക് പറിച്ചു നടാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കഥ മലയാളി തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് വൈശാഖോ മിഥുൻ മാനുവൽ തോമസോ കരുതിയിരുന്നിരിക്കണം. 100 കണക്കിന് വില്ലന്മാരെ ഒറ്റയ്ക്ക് തല്ലിത്തോൽപ്പിക്കുന്ന നായക കഥാപാത്രങ്ങളെ നമ്മൾ ഇപ്പോഴും ഇന്ത്യൻ സിനിമയിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പക്ഷെ അത്തരം സിനിമകളുടെ ആകത്തുകയും തിരക്കഥയും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇത്തരത്തിലുള്ള നായക നടന്മാരെ കൊണ്ട് അത് സാധിക്കുമെന്നാണ്. ഇത്തരം സിനിമകളുടെ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ തന്നെയാണ് അവരുടെ നായക നടന്മാരെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് ആളുകളെ കൊന്നുതള്ളുന്ന KGF-ലെ റോക്കി ബായിയെ നമുക്ക് സംശയത്തോടെ നോക്കേണ്ടുന്ന അവസ്ഥ വരാത്തത്. കാരണം അവർ അവരുടേതായ ഒരു യൂണിവേഴ്സ് സൃഷ്ടിച്ചതിന് ശേഷം അവിടെയാണ് KGF-ലെ നായകനായ റോക്കി ബായിയെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. അവിടെയാണ് ടെർബോ എന്ന സിനിമ പരാജയപ്പെടുന്നതും. മമ്മൂട്ടി എന്ന നായക നടൻ ജീവിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെയാണ്. ലോ ആൻഡ് ഓർഡർ ഉള്ള കൃത്യമായി ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് നായക നടനായ മമ്മൂട്ടിയെ കൊണ്ട് 100 കണക്കിന് ആളുകളെ കൊന്നു തള്ളിക്കുന്നത്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഈ വെള്ളരിക്ക പട്ടണത്തിൽ ആരുമില്ലേ എന്നുള്ള സംശയം ഒരുപക്ഷെ യുക്തിപൂർവ്വം സിനിമ കാണുന്നവർക്ക് തോന്നുക സ്വാഭാവികമാണ്. സപ്തതി കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ ആക്ഷൻ സീനുകൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന എഫേർട്ടിനെ നമുക്ക് കുറച്ചു കാണുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ അത്തരത്തിലൊരു ആക്ഷൻ സീൻ ചെയ്തുകൊണ്ട് വേണ്ടായിരുന്നു മമ്മൂട്ടി എന്ന മഹാനടന്റെ ഹീറോയിസം സ്ക്രീനിൽ കാണിക്കാൻ. പിന്നെ പറയാനുള്ളത് രാജ്ബി ഷെട്ടി ചെയ്ത വില്ലൻ കഥാപാത്രത്തെക്കുറിച്ചാണ്. അദ്ദേഹം അത് മനോഹരമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. രാജ്ബി ഷെട്ടിയുടെ വില്ലൻ കഥാപാത്രത്തെ പിന്തുടരുന്ന ഏതൊരു വ്യക്തിക്കും ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്. അവസാന നിമിഷം ജയിക്കുന്ന നായകനേക്കാൾ എന്തുകൊണ്ടും നല്ലത് 2.5 മണിക്കൂർ സിനിമയിൽ 2.25 മണിക്കൂറും ജയിച്ചു നിൽക്കുന്ന വില്ലൻ തന്നെയാണ് എന്നത്. പക്ഷേ പ്രതിനായകനെ അവതരിപ്പിച്ച കാര്യത്തിലും അതല്ലെങ്കിൽ പ്രതിനായകന്റെ വന്യത കാണിച്ച കാര്യത്തിലും ടെർബോയ്ക്ക് വീണ്ടും പാളുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വന്തം എതിരാളികളെ വില്ലൻ ഇല്ലാതാക്കുന്നത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കുപ്പിയിലാക്കിയാണ്. പ്രതിനായകൻ അതിക്രൂരനാണെന്ന് പ്രേക്ഷകരോട് കാണിക്കാൻ വേണ്ടി വീണ്ടും ക്ലിഷേകളിലേക്ക് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് തിരക്കഥാകൃത്തും സംവിധായകനും ചേർന്ന്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാജ്ബി ഷെട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. മലയാള സിനിമയാണെങ്കിലും തമിഴിന്റെ അതിപ്രസരമാണ് സിനിമയിലുടനീളം. കഥ നടക്കുന്നത് ചെന്നൈയിലായതുകൊണ്ട് തന്നെ അന്യഭാഷാ നടന്മാരെ തന്നെയാണ് കൂടുതലായിട്ടും സിനിമയിലുടനീളം പ്ലേസ് ചെയ്തു വെച്ചിട്ടുള്ളത്. തമിഴൻ കഥാപാത്രമല്ലേ, നന്നായി തന്നെ തമിഴ് പറഞ്ഞോട്ടെ എന്ന് ഒരുപക്ഷെ കാസ്റ്റിംഗ് ഡയറക്ടർ വിചാരിച്ചിരുന്നിരിക്കണം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സൺ ടിവിയും ജയ ടിവിയും ഒക്കെ കണ്ട് തമിഴ് നമുക്കൊരു അപരിചിത ഭാഷയല്ല. അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും തമിഴ് അറിയാവുന്നവരെ സംബന്ധിച്ച് ടെർബോയിലെ തമിഴൊരു ബാലികേറാ മലയുമല്ല. അവസാനമായി പറയാനുള്ളത് മിഥുൻ മാനുവൽ തോമസിനോടാണ്. ദയവ് ചെയ്ത് അങ്ങേര് എഴുത്തു നിർത്തണം. പല തമിഴ് തെലുങ്ക് സിനിമകളിൽ നിന്നും അവിടുന്നും ഇവിടുന്നും കോപ്പി എടുത്തു വെച്ചാൽ മാത്രം തിരക്കഥയാകില്ല. താങ്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മികച്ച സൃഷ്ടി കുറച്ചെങ്കിലും രക്ഷപ്പെട്ടു നിൽക്കുന്നത് മമ്മൂട്ടിയുടെയും വൈശാഖിന്റെയും എഫേർട്ടിന്റെ ഫലം മാത്രമാണ്. ആദ്യ പകുതിയിൽ വളരെ മോശം രീതിയിൽ മുന്നോട്ടു പോകുന്ന ടെർബോ എന്ന ചിത്രം കുറച്ചെങ്കിലും എനർജി വെക്കുന്നത് 2ാം പകുതിയിലാണ്. അതും ആക്ഷനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം. അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ പടം കയറി കൊളുത്തിയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ശരാശരിക്കും താഴെ നിൽക്കുന്ന ഒരു മലയാള ചിത്രം മാത്രമാണ് ടെർബോ. സോഷ്യൽ മീഡിയയിലെ തള്ളുകളും പെയ്ഡ് റിവ്യൂകളും കണ്ട് സിനിമ കാണാൻ പോയാൽ നിങ്ങളുടെ 130 രൂപയോ 150 രൂപയോ നഷ്ടപ്പെടുമെന്നുള്ള കുറ്റബോധത്തോടെ നിങ്ങൾക്ക് തിയേറ്റർ വിട്ട് ഇറങ്ങേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്.